ജീവിച്ചിരിക്കുമ്പോൾ പ്രശസ്തരാകുവാൻ പരിശ്രമിക്കുന്ന മിക്കവരുടെയും പ്രശസ്തി അവരുടെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതാണ് സാധാരണ കാണാറുള്ളത്. എന്നാൽ ഒരു യഥാർത്ഥ വിശുദ്ധൻ്റെ പ്രശസ്തി അവൻ്റെ മരണത്തിനപ്പുറം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേരിനും പെരുമയ്ക്കും വേണ്ടിയുള്ള പരക്കം പാച്ചലിലാണല്ലോ മനുഷ്യരെല്ലാം. മറ്റൊന്നും ചിന്തിക്കാതുള്ള ഈ പാച്ചിലിൽ തമ്മിൽ കൂട്ടിയിടിച്ച് താഴെ വീണ് കിടക്കുന്നവർ അസംഖ്യമാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നേയില്ല. എങ്ങനെങ്കിലും മുൻപിലെത്തണം. അതിപ്പോൾ പണം ചെലവഴിച്ചാലും സാരമില്ല, മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയിട്ടാണെങ്കിലും സാരമില്ല, കള്ളം പറഞ്ഞോ കുതികാലി വെട്ടിയോ എങ്ങനെയും ഉയരങ്ങളിലെത്തണം. അതാണ് ചിന്ത. രാഷ്ട്രീയ പദവികൾക്കായുള്ള മത്സരമാകുന്നെങ്കിലും, മതപരമായ സ്ഥാനങ്ങളിലേക്കുള്ള മത്സരമാകുന്നെങ്കിലും, കലാ സാഹിത്യ മേഖലകളിലേക്കാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ എത്തി ശ്രേഷ്ഠരായി എന്ന് എല്ലാവരെയും കാണിക്കുവാനുള്ളൊരു തത്രപ്പാട് എല്ലാ രംഗത്തും നമുക്ക് കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ ആരാകുന്നു ശ്രേഷ്ഠരായവർ? നാം സ്വയം സമ്പാദിക്കുന്ന പേരും പെരുമയും നമുക്കൊരിക്കലും സന്തോഷം നൽകില്ല എന്നതൊരു യാഥാർത്ഥ്യം. കാരണം ഉയരങ്ങളിലെത്തി നാം അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ മുകളിൽ വേറെ അനേകരുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നത്. പിന്നെ ആ ഉയരങ്ങൾ കീഴടക്കുവാനുള്ള ഒരു തത്രപ്പാടാകും. അങ്ങനെ ജീവിതം ഒരു തരം അരക്ഷിതത്വത്തിൽ കഴിഞ്ഞു പോകുന്നു. ദാവീദ് രാജാവ് പാടി, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന്. മനസാ വാച കർമ്മണ മായമില്ലാത്തൊരു ജീവിതം നയിക്കുവാൻ കഴിഞ്ഞെന്നാൽ അങ്ങനെയുള്ളവരാണ് വിശുദ്ധന്മാർ. അവർ ശ്രേഷ്ഠന്മാരായിരിക്കും. നമുക്ക് അതുതന്നെ ഇന്നൊന്ന് ചിന്തിക്കാം. 15-ാം സങ്കീർത്തനം വരെയാണല്ലോ നാം ചിന്തിച്ച് കഴിഞ്ഞത്. ഇന്ന് 16-ാം സങ്കീർത്തനം നാം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സങ്കീർത്തനം വീണ്ടും നാം കാണുന്നു. 16-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം മുതൽ 17-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ചില വാക്യങ്ങൾ വരെ നമുക്ക് ഒരുമിച്ച് നോക്കാം. ആ ഭാഗം എടുത്താട്ട് സങ്കീർത്തനങ്ങൾ 16. 15-ാം സങ്കീർത്തനം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. 16 മുതൽ 24 വരെയുള്ള സങ്കീർത്തനങ്ങൾ പരസ്പര ബന്ധമുള്ള മറ്റൊരു സങ്കീർത്തന ഭാഗമാണ്. നമ്മുടെ ചില പാട്ടുപുസ്തകങ്ങളിൽ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന പാട്ടുകൾ അടുത്തടുത്ത് ചേർത്ത് സജ്ജീകരിക്കുന്നത് പോലെയാണ് സങ്കീർത്തനങ്ങളിലും ചെയ്തിരിക്കുന്നത്. കഷ്ടാനുഭവത്തിൻ്റെ പാട്ടുകളെല്ലാം ഒരുമിച്ചായിരിക്കും. അതുപോലെ തന്നെ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പാട്ടുകളെല്ലാം ഒരു ഭാഗത്ത്. അതുപോലെയാണ് സങ്കീർത്തനങ്ങളിലും. ഈ സങ്കീർത്തനങ്ങളുടെ വിഷയം, അതായത് 16 മുതൽ 24 വരെയുള്ള സങ്കീർത്തനങ്ങളിലെ വിഷയം ക്രിസ്തുവിനെ സംബന്ധിച്ച പ്രവചനമാണ്. അതോടൊപ്പം തന്നെ വിശ്വസ്ത ശേഷിപ്പിൻ്റെ പ്രവചനവും ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 16-ാം സങ്കീർത്തനം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഗീതമാണ്. 3-ാമത്തെ മശിഹാ സങ്കീർത്തനമാണിത്. ഇതിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും 8-ാം വാക്യത്തിൽ, പിന്നെ ക്രിസ്തുവിൻ്റെ മരണത്തെയും 9-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും 10-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. 11-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പുതിയ നിയമത്തിൽ 3 വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം എന്നാണ് ഈ 16-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട്. 56-ാം സങ്കീർത്തനം മുതൽ 60-ാം സങ്കീർത്തനം വരെ ദാവീദിൻ്റെ സ്വർണ്ണഗീതങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം ലഭിക്കുന്നതിൽ കൂടി ഈ സങ്കീർത്തനത്തിൻ്റെ മശിഹായെ സംബന്ധിക്കുന്ന അർത്ഥം പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. മുമ്പോട്ട് പഠിക്കുമ്പോൾ നാം അത് കാണുന്നതത്രേ. ദാവീദിൻ്റെ സുവർണഗീതം എന്ന് നമുക്കിതിനെ വിളിക്കാം. കാരണം തൻ്റെ വംശത്തിൽ വരുവാനിരിക്കുന്ന ഒരുവന് വേണ്ടി ദാവീദ് നോക്കിപ്പാർക്കുകയാണ്. അത് ദൈവം തൻ്റെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയാകുന്നു. 16-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം നോക്കിക്കാട്ട്. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ.
താൻ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വന്നു എന്ന് പറഞ്ഞ് പിതാവിന് പൂർണ്ണമായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവിൻ്റെ ശബ്ദമാണ് ഇവിടെ വെളിപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ ക്രിസ്തു നമ്മുടെ മനുഷ്യത്വം ഏറ്റെടുത്തപ്പോൾ ഭൂമിയിൽ ഒരു താഴ്മ ധരിക്കുകയാണ് ചെയ്തത്. കൊച്ചു മനുഷ്യനാകട്ടെ, അവൻ നിഗളിക്കുകയും തന്നെ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന അനേകർ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നതായി നാം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഭൂമിയിൽ നാം എത്രമാത്രം ചെറിയവരാകുന്നു, വെറും പൊടിയും കൃമിയും മാത്രമാകുന്നു എന്ന് നാം ചിന്തിക്കാറില്ല, ഉണ്ടോ? നമുക്ക് അഭിമാനിക്കുവാനോ പുകഴുവാനോ യാതൊന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. നാം ദൂതന്മാരെക്കാൾ അല്പം താണവരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. നമുക്ക് ആ നിലയാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ ക്രിസ്തുവിന് ആ നില എടുക്കേണ്ടതായിട്ടില്ല. അവൻ മനസാലെ മനുഷ്യരൂപം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാനൊരു മനുഷ്യനായിരിക്കുന്നതിനാൽ സന്തോഷിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ മനുഷ്യൻ എന്നാൽ എന്താകുന്നു എന്ന് വാസ്തവത്തിൽ ഞാൻ അറിയേണ്ടത് ആവശ്യമാകുന്നു. ദൈവം എന്നെക്കൊണ്ട് എനിക്ക് വേണ്ടിയും അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള നല്ല ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇത് ദാവീദിൻ്റെ ഒരു ചിത്രമായിരുന്നു. ഇത് എൻ്റെയും താങ്കളുടെയും ചിത്രമാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് 2-ാം വാക്യത്തിലേക്ക് വരാം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. താങ്കൾ ഒരിക്കലെങ്കിലും ഉയരത്തിലേക്ക് നോക്കി, ദൈവമേ, നീ എൻ്റെ സൃഷ്ടാവാകുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ കർത്താവും നീ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് അപ്രകാരം താങ്കൾ പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തെ? നമ്മെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ഒരു സ്വർഗസ്ഥനായ നല്ല പിതാവ് നമുക്കുണ്ട്. നാം അവൻ്റെ അടുക്കൽ കടന്നു ചെന്ന് നീ എൻ്റെ കർത്താവാകുന്നു എന്ന് നാം പറയുന്നത് കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നത്ര എൻ്റെ വിശ്വാസം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിഗളികളെപ്പോലെ ആകരുത് നാം. അവിടെ നാം വായിക്കുന്നത്, കർത്താവേ, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. ഈ മനുഷ്യർ അവനെ കർത്താവ് എന്ന് വിളിച്ചു. എന്നാൽ അവനെ വാസ്തവത്തിൽ അറിഞ്ഞിരുന്നു പോലുമില്ല. നാം അവനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നു എന്ന് നാം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അവൻ്റെ നടത്തിപ്പിന് നാം നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. 3-ാം വാക്യം, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാർക്ക് അവൻ കർത്താവാകുന്നു. ഈ പദവി എല്ലാവർക്കും ലഭിക്കുന്നില്ല എന്ന് താഴത്തെ വാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നാം കാണുന്നു. ഭൂമിയിലെ വിശുദ്ധന്മാർ അവർ ബലഹീനരാണെങ്കിലും ദൈവം അവരെ മാന്യരായി എണ്ണുന്നു. എൻ്റെ പ്രസാദം അവരിലാണ്. മുൻ വാക്യത്തിൽ പറഞ്ഞത് എൻ്റെ പ്രസാദം യഹോവയിൽ മാത്രമാണ് എന്നത്രേ. ഇവിടെ പറയുന്നത് അത് കഴിഞ്ഞാൽ എനിക്ക് പ്രസാദം ഭൂമിയിലെ ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരിലാണ് എന്നത്രേ. തൻ്റെ ദൈവത്തോടും തൻ്റെ ജനത്തോടും തനിക്കുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥ വിശുദ്ധന്മാർ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രശസ്തരാകണമെന്നില്ല കേട്ടോ. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നുറപ്പാക്കുക. അപ്പോസ്തലന്മാർ, ആദിമസഭയിലെ വിശുദ്ധന്മാർ, സഭാചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള വിശുദ്ധന്മാർ, അവരെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കൂ. അവർ അവരുടെ ജീവിതകാലത്ത് ലോകപ്രശസ്തരായിരുന്നില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ സൗരഭ്യം മരണശേഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം ആഗ്രഹിച്ചതുപോലെ അവർ ജീവിച്ചു എന്നതാണ് അതിൻ്റെ രഹസ്യം. ഇന്ന് നൈമിഷികമായുള്ള ഒരു പ്രശസ്തിക്ക് വേണ്ടി മനുഷ്യർ എന്തെല്ലാമാണ് ചെയ്യുന്നത്. സ്വന്തം പേരുയർത്തുവാൻ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു. അങ്ങനെ പ്രശസ്തി പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നവരുടെ ജീവിതവും ശുശ്രൂഷയും താങ്കളെ എത്രമാത്രം ആത്മീകമായി വളർത്തുന്നു എന്ന് ആദ്യം ഒന്ന് സ്വയപരിശോധന ചെയ്യണം. അതില്ല എങ്കിൽ സൂക്ഷിക്കണം. താങ്കളെ ആത്മീയമായി വളർത്തുവാൻ കഴിവുള്ളവരുടെയും ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളവരുടെയും കൂടെ കൂടുക.
അതെ, ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ളവരോടുകൂടെ, സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരെ സൂക്ഷിക്കണം. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. 4-ാം വാക്യത്തിൽ, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ദാവീദിൻ്റെ കാലത്ത് ബാലിനെയും മറ്റും ആരാധിക്കുന്നവർ ഉണ്ടായിരുന്നു. ദൈവമെന്ന് തങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ എല്ലാം പിൻപേ അവർ കൂടി തങ്ങളുടെ സൗകര്യാർത്ഥം പോയിരുന്ന ഒരു സ്ഥിതിവിശേഷം. 5-6 വാക്യങ്ങളിൽ, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ കാര്യമാണില്ലേ? യഹോവ എൻ്റെ അവകാശത്തിൻ്റെ ഓഹരിയാകുന്നു എന്ന്. ദൈവം ഭൂമിയിൽ വന്നു. അവൻ പാപവും ദുഃഖവും നിറഞ്ഞ ഈ ഭൂമിയിൽ കൂടി നടന്നു. അവനിവിടെ തികച്ചും അപരിചിതനായിരുന്നു. അവൻ യഹോവയിൽ സന്തോഷിച്ചു. അവൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. എൻ്റെ പങ്കും എൻ്റെ പാനപാത്രവും എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പങ്കും പാനപാത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. എൻ്റെ പങ്കും എൻ്റെ പാനപാത്രവും എന്ന് അവൻ പറഞ്ഞു. എൻ്റെ പങ്കെന്ന് പറയുന്നത് ഞാനത് അനുവദിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ വകയാകുന്നു. എന്നാൽ എൻ്റെ പാനപാത്രമെന്ന് പറയുന്നത് ഞാൻ എനിക്ക് സ്വന്തമാക്കിയ അത്രയുമാകുന്നു. ഉദാഹരണമായി, അത്താഴത്തിനൊരു കൊച്ചുകുട്ടിയുടെ പാത്രത്തിൽ വിളമ്പുന്നത് അവൻ്റെ പങ്കാണ്. എന്നാൽ അതിൽ അധികവും അവൻ മേശപ്പുറത്ത് ചിതറിക്കളയുന്നില്ലേ? കുറച്ച് മാത്രമേ അവൻ ഭക്ഷിക്കുന്നുള്ളൂ. അവനൊരു പങ്ക് നൽകിയിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അവൻ ഭക്ഷിച്ചതാണ് അവൻ്റെ പാനപാത്രം എന്ന് പറയുന്നത്. ആത്മീക അനുഗ്രഹങ്ങളാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന അനേകം ആളുകളും അവയെ പൂർണ്ണമായി അനുഭവിക്കുന്നില്ല എന്നത് വളരെ പരിതാപകരമാണ്. അവരുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്നില്ല. അവരുടെ പാനപാത്രത്തിൽ അധികമൊന്നുമില്ല എന്ന് ചുരുക്കം. ജീവിതം നാം സന്തോഷത്തോടെ അനുഭവിക്കണം, ആസ്വദിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നതെന്ന്. അവൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവെന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. നാം എല്ലായ്പ്പോഴും സന്തോഷകരമായ ജീവിതം നയിക്കണമെന്നത്രേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു എന്നാണല്ലോ തിരുവചനം പറയുന്നത്. വല്ലപ്പോഴും അല്പാൽപ്പം സന്തോഷമല്ല കേട്ടോ. 7-ാം വാക്യം, എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. താങ്കൾക്ക് ഉറങ്ങുവാൻ കഴിയാത്ത രാത്രിയിൽ താങ്കൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്? സങ്കീർത്തനക്കാരൻ യഹോവയായ ദൈവത്തെക്കുറിച്ച് ആ സമയങ്ങളിൽ ചിന്തിച്ചിരുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവയെ ഞാൻ വാഴ്ത്തുമെന്നത്രേ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നാം നമ്മുടെ സ്വന്തം പദ്ധതികൾ ക്രമീകരിച്ചതിന് ശേഷം അതിനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത് സാധാരണ കാണാറുള്ള കാര്യമാണ്. നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മുടെ സൗകര്യത്തിന് തിരുവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതിനെ പോലും ലംഘിച്ച് നാം മുൻപോട്ട് നീങ്ങിയിട്ട് ദൈവഹിതത്തിന് വേണ്ടിയിട്ട് പിന്നെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? നമ്മുടെ മക്കളുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം സാധാരണ പാടാറില്ലേ, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ തലവേദനയൊക്കെ ഇല്ലേ? ആദ്യം നാം ദൈവഹിതം അന്വേഷിക്കുകയാണ് വേണ്ടത്. ഒന്നാമത് ദൈവവചനത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും നിരന്തരം ചിന്തിക്കുക വഴി ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനും നമ്മെ സഹായിക്കുന്ന ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കും. അവനോട് ആശയവിനിമയം നടത്തുക വഴി അവിടുത്തെ ആലോചനകൾ നമുക്ക് നൽകുവാനും അവിടുത്തെ ജ്ഞാനം പ്രാപിപ്പാനും നമുക്കിടയാകും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക.
അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വാക്യങ്ങളിലേക്കാണ് അടുത്തതായി നാം കടന്നു വരുന്നത്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്ന സങ്കീർത്തനമാണിത്. പെന്തക്കോസ് ദിവസത്തെ പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗത്തിൻ്റെ സാരം ഇതായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. 16-ാം സങ്കീർത്തനത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നതാകുന്നു എന്ന് പത്രോസ് വ്യക്തമാക്കി. പത്രോസ് പെന്തക്കോസ് ദിവസം തുടർന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. 16-ാം സങ്കീർത്തനം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നു എന്നത് വ്യക്തമത്രേ. പൗലോസ് അപ്പോസ്തലനും ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തികൾ 13-ന്റെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ഈ സങ്കീർത്തനം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. യേശു ഇവിടെ അനുഗമിച്ച പാത അതായിരുന്നു. ഞാനും താങ്കളും ഈ പാത തന്നെയാണ് അനുഗമിക്കേണ്ടത്. തുടർന്ന് 9-ാം വാക്യത്തിൽ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വായിച്ചല്ലോ. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ദൈവം തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. 10-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചാണ് പറഞ്ഞത്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അവസാനം 11-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഈ സങ്കീർത്തനം ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്ന മനോഹരമായൊരു സങ്കീർത്തനമാണ്. അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ ഇതിനെ ഉപയോഗിച്ചുമിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ ഈ മശീഹ സങ്കീർത്തനത്തിൽ വ്യക്തമായി മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 17-ാം സങ്കീർത്തനം കൂടി നോക്കാം. താൻ വലിയ അപകടത്തിലായിരുന്നപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് 17-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ ശീർഷകം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്നാണല്ലോ. എപ്പോഴായിരിക്കും ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് എന്നുള്ളതാണ് സംശയം. ദാവീദിൻ്റെ മരുഭൂമിവാസത്തിലെ അനുഭവത്തിൽ നിന്നുമുണ്ടായ ഒരു പ്രാർത്ഥനയായിരിക്കുവാനാണ് സാധ്യത. ശൗലും അവൻ്റെ ആളുകളും ദാവീദിനെ പിന്തുടർന്ന് അവനോട് ഏറ്റവും അടുക്കുകയും അവനെ പിടിക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോഴായിരിക്കണം ഇത് എഴുതപ്പെട്ടത്. ദാവീദിന് ദൈവത്തിലുണ്ടായിരുന്ന ആശ്രയം ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു. എന്നാൽ ഒടുവിലത്തെ വിലയിരുത്തലിൽ ഇത് പ്രഥമമായും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത്. ദാവീദിനെപ്പോലെ പ്രശ്നങ്ങളുടെയും സംഘർഷങ്ങളുടെയും ആപത്തുകളുടെയും ആകുല ചിന്തകളുടെയും അവസരങ്ങളിൽ ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കാവുന്നതാണ്. പ്രവചനത്തിൽ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന മറ്റൊരു കൂട്ടം സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ പഠിക്കുന്നത്. 17-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ഇത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശൗൽ
ദാവീദിനെ പിടിക്കുവാൻ പിന്തുടരുകയും അവൻ്റെ ജീവൻ അപകടത്തിലാവുകയും ചെയ്ത സമയത്തായിരുന്നിരിക്കാം ഇത് പാടിയത്. ഇത് ദാവീദിൻ്റെ ഹൃദയാന്തരഭാഗത്തു നിന്നും പുറപ്പെടുന്ന പ്രാർത്ഥനയാണ്. താൻ വാസ്തവത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് ദാവീദ് തുറന്നു പറയുന്നതത്രേ. ഇതിൽ ആവരണം ഒന്നും തന്നെയില്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദാവീദ് ഇവിടെ വളരെ പരമാർത്ഥതയോടുകൂടെയാണ് സംസാരിക്കുന്നത്. ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട് ബാഹ്യമായ വഴിപാടുകളോ ഉച്ച ശബ്ദത്തിലുള്ള പ്രാർത്ഥനയോ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിലർ ചിന്തിക്കുന്നു. 2-ാം വാക്യം, എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ, നിൻ്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. ദൈവം കാര്യങ്ങളെ ശരിയായി കണ്ട് തീരുമാനത്തിലെത്തുന്നതിൽ തനിക്ക് താല്പര്യമാകുന്നു എന്നത്രേ ദാവീദ് ഇവിടെ പറയുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ നീതിയല്ല, അവൻ്റെ കരുണയാണ് ആവശ്യമില്ലേ? അവൻ്റെ കരുണയ്ക്കായിട്ടാണ് ഞാൻ യാചിക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ സമയത്ത്. 3-ാം വാക്യം, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്നെ വായലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവം ദാവീദിനെ പരിശോധിച്ചപ്പോൾ അവൻ ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി. എന്നെ ശോധന കഴിച്ചപ്പോഴും അവൻ ചില കാര്യങ്ങൾ കണ്ടെത്തി. അവൻ താങ്കളെ ശോധന ചെയ്തപ്പോഴും എന്തെങ്കിലും താങ്കളിൽ കണ്ടെത്തി കാണും എന്നത്ര എൻ്റെ വിചാരം. ഈ വാക്കുകൾ ഒന്നാമതായി ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വാക്കുകളാണ്. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന എന്ന് 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ കർത്താവിനെക്കുറിച്ച് പ്രകാരം പറഞ്ഞു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് പത്രോസ് കർത്താവിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. ഈ വാക്യങ്ങൾ വായിച്ചാൽ ദാവീദ് തന്നെ തന്നെ പാപമില്ലാത്തവനെന്ന് പറയുന്നത് പോലെ തോന്നുമില്ലേ? അത് സ്വയനീതീകരണമല്ലേ? ഒന്നാമതായി ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാകുന്നു എന്ന് നാം കാണുകയുണ്ടായി. അതിനു പുറമെ ദാവീദിൻ്റെ ഈ പ്രാർത്ഥന തൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അഹങ്കരിക്കുന്നതല്ല, പിന്നെയോ ദൈവത്തോടുള്ള തൻ്റെ ബന്ധത്തിൻ്റെ അറിവാണ്. വളരെയേറെ സങ്കീർത്തനങ്ങളിൽ ദാവീദ് തൻ്റെ പാപത്തെ ഏറ്റുപറയുന്നതായി നാം കാണുന്നു. എന്നാൽ ദൈവത്തോടുള്ള അവൻ്റെ ബന്ധം അടുത്ത കൂട്ടായ്മയും നിരന്തരമായ ഏറ്റുപറച്ചിലിൻ്റെയും പാപക്ഷമയുടേതും ആയിരുന്നു. നിരന്തരമായി താൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ നന്മയെക്കുറിച്ച് ദാവീദ് പറയുന്നത്. ഇത് ദൈവത്തോടുള്ള ഒരു പ്രാഗൽഭ്യമാകുന്നു. ദൈവസന്നിധിയിൽ ചെന്ന് മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ പാപം ദൈവം ക്ഷമിച്ച പാപമാകുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. രാത്രിയിൽ പെട്ടെന്ന് തൻ്റെ സമീപത്ത് വന്ന് ദൈവം തന്നെ സന്ദർശിക്കുന്നതിനെയോ പകലിൻ്റെ ഏത് ഘട്ടത്തിലും തന്നെ ശോധന ചെയ്യുന്നതിനെയോ ഭയപ്പെടാത്ത മനുഷ്യൻ അനുഗ്രഹീതനാണ്. ദാവീദ് പറയുന്നത് എൻ്റെ നാവ് ലംഘനം ചെയ്യുകയില്ല എന്നത്രേ. മറ്റ് അവയവങ്ങളെല്ലാം കൂടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പാപം നാവ് മാത്രം ചെയ്യും. മറ്റെല്ലാ അവയവങ്ങളെയും ബന്ധിക്കാം, നാവിനെയോ ബന്ധിക്കാൻ സാധ്യമല്ല. ഈ കാര്യത്തിൽ വിജയം വരിക്കുന്നവൻ മറ്റെല്ലാ രംഗത്തും വിജയിക്കും എന്നതിൽ സംശയമില്ല. 4-ാം വാക്യം, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. നിഷ്ഠൂരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താനെക്കുറിച്ചാണ്. ഈ ലോകത്തിൽ അവൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ഓരോ ദൈവപൈതലും വളരെ സൂക്ഷ്മതയോടെ ഇരിക്കേണ്ടത് ആവശ്യമാകുന്നു. ദാവീദ് ശത്രുവിൻ്റെ ചുറ്റുപാടിലായിരുന്നു. ശൗലിൽ നിന്നും ഒളിച്ചിരിക്കുമ്പോൾ ദാവീദിന് അക്കാര്യം നന്നായി അറിയാമായിരുന്നു. നാം ഇന്ന് ശത്രുവിൻ്റെ പാളയത്തിലാണ്. ഭൂമി സാത്താൻ്റെ പ്രവർത്തന കേന്ദ്രമാകുന്നു. പെർഗമോസിലെ സഭയോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് എവിടെ പാർക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ സാത്താൻ്റെ സിംഹാസനം താങ്കളോടടുത്താകുന്നു എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നാം പലപ്പോഴും വീണുപോകുന്നത് പോലെ നമ്മുടെ കർത്താവ് സാത്താൻ്റെ കുരുക്കിൽ വീണുപോയില്ല. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരം അരുളുമല്ലോ. നിൻ്റെ ചെവിയെങ്കിലേക്ക് ചായിച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്ന് ദാവീദ് പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? 1 പത്രോസ് 2:21
ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ്റെ കാൽ ചുവട് പിന്തുടരുന്നവരുടെ കാൽ ഒരിക്കലും വഴുതുവാൻ ഇടയാകുകയില്ല. 121 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നത്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്നാണ്. അതെ, താങ്കൾ അവനോട് ചേർന്ന് അവൻ്റെ കാൽ ചുവടുകളിൽ നടക്കുന്നുവെങ്കിൽ യാതൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദാവീദിൻ്റെ അനുഭവം അതായിരുന്നു. 6 വാക്യത്തിൽ ദാവീദ് പറയുന്നത്, ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരം അരുളുമല്ലോ എന്നാണ്. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ദാവീദിന് നിശ്ചയമുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജനത്തോട് തന്നെ തന്നെ ഏകീഭവിപ്പിക്കുകയാണ് ചെയ്തത്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. നാം പ്രയാസത്തിലായിരിക്കുമ്പോൾ അവനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരമരുളും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്നതത്രേ. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് ഉത്തരം നൽകും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാവുന്നതാണ്. അതത്രേ നമ്മുടെയൊക്കെ ജീവിതത്തെ ഉറപ്പുള്ളതാക്കുന്നത്. നാം ഇന്ന് കേട്ട ദൈവവചനവും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവം, നാം ചോദിക്കുന്ന ഉത്തരങ്ങളെല്ലാം നൽകും എന്ന അർത്ഥത്തിലല്ല ഞാൻ ആ പ്രാർത്ഥന കേൾക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ഞാൻ ഉദ്ദേശിച്ചത് ദൈവഹിതപ്രകാരം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും. എന്നാൽ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നു. അതിന് തൻ്റെ ഹിതപ്രകാരം നമുക്ക് ഏറ്റവും നല്ലതെന്തോ അതിനുള്ള മറുപടി നൽകുന്നു. ഈ ഉറപ്പോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകണം. ഇന്നത്തെ ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.